നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എല്ലാവരും കൃത്യമായി തന്നെ ചർച്ച ചെയ്തതും എല്ലാവരും വ്യക്തമായി തന്നെ അറിയാൻ കാത്തിരുന്നതും ഇനിയും ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം എന്നായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഖത്തറിൽ നിന്നും ആ പ്രഖ്യാപനം വരാനായി കാത്തിരിക്കുകയായിരുന്നു. ഇന്നിതാ ഖത്തറിൽ നിന്നും ആ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളെ അടക്കം 3 ഹമാസ് തീവ്രവാദികളെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഈ ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രായേൽ കമാൻഡോ സംഘം വെസ്റ്റ് ബാങ്ക് ആശുപത്രിയിലെത്തി ആസൂത്രകരിൽ ഒരാളെ അടക്കം 3 ഹമാസ് തീവ്രവാദികളെ വെടിവെച്ച് കൊന്നത് എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. വേഷം മാറി ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിലായിരുന്നു ഇസ്രായേൽ കമാൻഡോ സംഘം ആശുപത്രിയിലെത്തി കൃത്യം നടത്തിയത്. വെസ്റ്റ് ബാങ്കിലെ ഇബൻ സിൻ ആശുപത്രിയിലായിരുന്നു ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാൾ ഒളിവിൽ കഴിഞ്ഞത്. ഇയാളോടൊപ്പം തന്നെ മറ്റ് 2 ഭീകരർ കൂടി ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. ഇവർ വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞതായുള്ള വിവരം ലഭിച്ച ശേഷം നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ആശുപത്രി ജീവനക്കാരുടെ വേഷത്തിൽ ഇസ്രായേൽ സൈന്യത്തിലെ കമാൻഡോ സംഘം ഈ ആശുപത്രിയിലെത്തിയത്. 10ഓളം വരുന്ന കമാൻഡോ സംഘമാണ് ഈ ദൌത്യത്തിൽ പങ്കാളികളായത്. 3 ഹമാസ് ഭീകരരെയാണ് കമാൻഡോ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഹമാസ് തീവ്രവാദികൾക്ക് ഫലസ്തീൻ ആശുപത്രികളിലടക്കം അഭയം കൊടുക്കുകയാണ് എന്നുള്ള ഇസ്രയേലിന്റെ വാദത്തിന് ശക്തി പകർന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ ഓപ്പറേഷൻ. ആശുപത്രി കവചമാക്കി പ്രവർത്തിച്ച സായുധ സംഘങ്ങളാണ് ഇവരെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. 3 പേർക്കും ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കുണ്ടെന്നും ജൽനെ ഹമാസിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചു നൽകിയെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം വെടിവെപ്പുണ്ടായില്ല എന്നും കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണമാണ് സൈന്യം നടത്തിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ഹമാസ് ഇസ്രായേൽ ബന്ദിമോചന ചർച്ച വിജയത്തിലേക്ക്. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവാണ് ഇക്കാര്യം അറിയിച്ചത്. ചർച്ചയോട് ഹമാസിന്റെ പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു. കരാർ നിർണായക ഘട്ടത്തിലാണ് എന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട്. 1 മാസം മുതൽ 1.5 മാസം വരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടന്നുവരുന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് പുതിയ നീക്കം. ഖത്തറിനും പുറമെ ഈജിപ്തും US-ഉം ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ ചർച്ചയുടെ തീരുമാനം പുറത്തുവരുമെന്നാണ് സൂചന. അല്പം മുൻപ് ചേർന്ന ഇസ്രായേൽ മിനി ക്യാബിനറ്റിൽ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവരേണ്ടതുണ്ട്. ഒരു ബന്ദിക്ക് 100 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നാണ് കരാറിലെ നിർദ്ദേശമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ 40 ബന്ദികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ കൈമാറുക. ഇതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 4000-ഓളം ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കേണ്ടി വരും. 131 ബന്ദികളാണ് നിലവിൽ ഹമാസിന്റെ പിടിയിലുള്ളത്. ഗസയിൽ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിലെന്ന് ഖത്തറും അമേരിക്കയും പ്രതികരിക്കുമ്പോൾ ഇസ്രായേൽ കരാർ അംഗീകരിച്ചതായും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സന്ദേശം ലഭിച്ചതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കുകയാണ്. 119-ാം നാളിലേക്ക് എത്തിയ ഗസ യുദ്ധത്തിലാണ് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വന്നേക്കുമെന്ന സൂചന കൂടി പുറത്തുവരുന്നത്. കരാറിന് ഇസ്രായേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാരംഭ പ്രതികരണം അനുകൂലമാണ് എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വെളിപ്പെടുത്തുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്നത് ബന്ദികളുടെ ബന്ധുക്കൾക്ക് തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പാർലമെന്റിൽ അടക്കം ഇടിച്ചു കയറിയുള്ള അവരുടെ പ്രതിഷേധം, നെതന്യാഹുവിന്റെ വീട്ടിന് പുറത്ത് ടെന്റ് കെട്ടിയുള്ള പ്രതിഷേധം, പല കുറിയാണ് നെതന്യാഹുവുമായി ഈ ബന്ദികളുടെ ബന്ധുക്കൾ ചർച്ച നടത്തിയത്. തീർച്ചയായും അവരുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുമ്പോൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട അമ്മയോ പെങ്ങളോ കുഞ്ഞുങ്ങളോ അച്ഛനോ സഹോദരനോ ഒക്കെയാണ് ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നത്. അതും ഹമാസിന്റെ കയ്യിൽ എന്തിനും പോന്ന അതായത് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഹമാസുകളുടെ കയ്യിലാണ് അവരുടെ ഏറ്റവും ഉറ്റവർ ഉടയവരും അകപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമായിരുന്നു. ഒരുപക്ഷെ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും, ജീവനോടെ ഉണ്ടോ ഇല്ലയോ നടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഭയമായിരുന്നു. എന്തായാലും അതിനൊക്കെ തന്നെ ഒരു അവസാനം കണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാവുകയാണ്. ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിലെത്തിയ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുമായി അവസാനവട്ട ചർച്ച തുടരുകയാണ്. 1.5 മുതൽ 2 മാസം വരെ നീളുന്ന വെടിനിർത്തലാണ് കരാറിൽ മുഖ്യമെന്നാണ് സൂചന. ഒരു ബന്ദിക്ക് പകരം 100 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വ്യക്തമാകുന്നത്. ബന്ദിമോചനം നീളുന്നതിനെതിരെ ഇസ്രായേൽ പ്രക്ഷോഭം കരുത്ത് ആർജിച്ചതാണ് കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത്.
ഇന്നലെ രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം കരാർ നിർദ്ദേശം വിലയിരുത്തിയതായാണ് റിപ്പോർട്ടുള്ളത്. ഗസയ്ക്കും ഇസ്രായേലിനും ഇടയിൽ ബഫർ സോൺ നിർമ്മിക്കാനുള്ള നടപടികൾ ഊർജിതമെന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദുരാഷ്ട്ര പ്രശ്നം പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കുമെന്നും US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ അതിക്രമം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി 4 പേർക്ക് യാത്രാവിലക്കും സാമ്പത്തിക ഉപരോധവും പ്രഖ്യാപിച്ച് അമേരിക്ക നേരിട്ടെത്തി. കടന്നുകയറ്റം, സ്വത്ത് അപഹരിക്കൽ, ഭീകരത എന്നിവ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി വ്യവസ്ഥ ചെയ്യുമെന്ന ഉത്തരവിൽ US പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ടു. അമേരിക്കൻ നടപടിയെ ഇസ്രായേലിലെ വലതുപക്ഷ നേതാക്കൾ വിമർശിച്ചു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഉടൻ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം 27,000 കടന്നു. പിന്നിട്ട 24 മണിക്കൂറിനിടെ 118 പേർ കൊല്ലപ്പെടുകയും 119 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആകെ പരിക്കേറ്റവരുടെ എണ്ണം 66,139 ചെങ്കടലിൽ ബ്രിട്ടന്റെ ചരക്കുകപ്പലിന് നേരെ ആക്രമണം നടന്നതായി ഹൂതി വക്താവ് അറിയിച്ചു. ഹൂതികളുടെ 10 ഡ്രോണുകളും ഒരു സൈനിക കേന്ദ്രവും ആക്രമിച്ചതായി US സൈനിക നേതൃത്വവും അറിയിച്ചു. ലബനനുമായി യുദ്ധത്തിൽ ഏർപ്പെടരുത് എന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു. അതേസമയം ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സായുധ സംഘ അംഗങ്ങൾക്കെതിരെ തിരിച്ചടി ആസന്നമാണ് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി.